വണ്ടിപ്പെരിയാർ ഡൈമൂക്ക് മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. 2 ആടുകളെ കൊന്നൊടുക്കി സ്ഥലത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന നാട്ടുകാർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വണ്ടിപ്പെരിയാർ ഡൈമൂക്ക് ഭാഗത്ത് പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന പുലിയുടെ ആക്രമണത്തിൽ 2 ആടുകളെയാണ് ഡൈമൂക്ക് സ്വദേശിയായ മോഹന് നഷ്ടമായത്. ഇതിൽ ഒരാടിനെ കൊന്ന് വലിയ കാറ്റാടി മരത്തിന് മുകളിൽ കയറ്റിവെച്ചാണ് പുലി ഭക്ഷിച്ചത്. ഒരെണ്ണത്തിനെ പിടിച്ച് കൊന്ന് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സംഭവം നേരിൽ കണ്ട ഡൈമൂക്ക് സ്വദേശിയാണ് മോഹനെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം കുറവായിരുന്നു. വീണ്ടും വന്യമൃഗശല്യം ആരംഭിച്ചതോടെ നാട്ടുകാർ ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയാണെന്നും അടിയന്തരമായി ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള നടപടികൾ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ സംഭവത്തിൽ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും ഇതുവരെ ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നും മോഹൻ പറഞ്ഞു. ஒரு குட்டியை புலி பிடிச்சிட்டு போயிடுச்சு. ரெண்டாவது முந்தான சனிக்கிழமை சாயந்தரம் புலி பிடிச்சி காட்டுக்குள்ளே இழுத்துட்டு போச்சு. அதை ஒரு ஆள் பார்த்தாங்க. இதோட 2-3 குட்டியை பிடிச்சிட்டு போயிடுச்சு. யாரும் இதுக்கு ஒரு முன்கடனை யாருமே எடுக்கலை. ஃபாரஸ்ட்டில் கூப்பிட்டு சொன்னோம். ஃபாரஸ்ட்லேருந்து யாருமே வாட்சரும் வரல. டிஎஃப்ஐ சொன்னோம், டிஎஃப்ஐயும் வரல. யாருமே இதை ஒரு பொருட்படுத்த மாட்டேங்காங்க. ஸ்கூல் பிள்ளைய, சின்ன பிள்ளைய அந்த வழியை தான் போகுது, அந்த வழியை தான் வருது. ஆளுங்க வேலை முடிஞ்சு அந்த வழி தான் ஒத்தைக்கு போவாங்க வருவாங்க. அநேக பேர் அந்த வழியை போகிறாங்க. யாருமே இதை என்னன்னு கண்டுக்கிட மாட்டேங்காங்க. எங்களுக்கு என்ன ஒரே ஒரு குறிக்கோள் என்னென்னா கூடு வச்சு புலியை பிடிக்கணும். புலி தான் எப்படி தெரியாது? புலி பிடிச்சிட்டு போகிறத ஆள் பார்த்துருக்கு. ஆடை பிடிச்சி இழுத்துட்டு போகிறத அந்த வழியாக கடைக்கு வர ஒரு பையன் பார்த்துட்டு சொன்னாப்போ உங்கள் ஆடை இந்த மாதிரி புலி பிடிச்சி ഇടുത്തിട്ട് പോയി. കഴിഞ്ഞ 6 മാസത്തിന് മുൻപ് മൂങ്കിലാർ ഭാഗത്ത് പുലിയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് വനപാലകർ ഇടപെട്ടുകൊണ്ട് മൂങ്കിലാർ 40 ഏക്കർ ഭാഗത്ത് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചതല്ലാതെ പുലി കെണിയിൽ വീണതുമില്ല. പിന്നീട് തങ്കമല, മാട്ടുപ്പെട്ടി എന്നിവിടങ്ങളിൽ കടുവ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ ചത്തതോടെ മൂങ്കിലാട്ടിൽ സ്ഥാപിച്ച കൂട് മൂലക്കയം ഭാഗത്ത് സ്ഥാപിക്കുകയായിരുന്നു. ഇത് സ്ഥാപിച്ച് 3 മാസങ്ങൾ പിന്നിട്ടിട്ടും കടുവ കെണിയിൽ പെട്ടതുമില്ല. എന്തായാലും പുലി നാട്ടിലുണ്ട് എന്ന ഭീതിയോടെ കഴിയുന്ന ഡൈമൂക്ക് സ്വദേശികളുടെ പരിഭ്രാന്തി മാറ്റുന്നതിനായി ഡൈമൂക്ക് ഭാഗത്ത് കൂട് സ്ഥാപിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.